നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം, സമാധാനപൂർണ്ണമായ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. സമാധാനപൂർണ്ണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മേഖലകളിലൊക്കെ നടക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം അതൊക്കെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമുണ്ട്. UN പീസ് കീപ്പേഴ്സ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള സന്നദ്ധ സേവക സംഘടന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ. ഇന്ന് മെയ് 29 അവർക്ക് വേണ്ടി അവരുടെ സേവനങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിൽ അങ്ങേയറ്റം തകർന്നു കിടക്കുന്ന ഗാസ പോലുള്ള പ്രദേശങ്ങളിൽ, സിറിയയിൽ, ഇറാഖിൽ, പശ്ചിമേഷ്യയിൽ, യുക്രൈനിൽ, ലോകത്തത് എവിടെയാണെങ്കിൽ കൂടിയും ഐക്യരാഷ്ട്രസഭയുടെ ആ സന്നദ്ധ സേവകരുടെ പ്രവർത്തനം അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. സമകാലിക ലോകത്ത് അതിൻ്റെ പ്രസക്തിയും ഏറെയാണ്. ഇന്ന് ഈ ദിവസം അവരുടെ സേവനങ്ങളെ നമ്മൾ സ്മരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം പറഞ്ഞപ്പോഴാണ് ഇപ്പം എത്തും ഇപ്പം ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഇനിയും ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു കരാർ, അതായത് ഇറാൻ അമേരിക്കൻ സമാധാന കരാർ, വെടിനിർത്തൽ ധാരണ, ഇത് പ്രാബല്യത്തിൽ വന്ന് ഒപ്പിട്ടതിനു ശേഷം മാത്രം നമുക്ക് വിശ്വസിക്കാം ഇത് യാഥാർത്ഥ്യമായി എന്ന്. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നല്ല മഴയാണ്, തണുപ്പാണ്. പക്ഷേ സംസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ ചൂടുപിടിച്ചത് തന്നെയാണ്. ഇന്നിപ്പോൾ UDF സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷമുള്ള UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. എന്തൊക്കെയാണ് കരുതി വെച്ചേക്കുന്നത് എന്ന് 9 മണിക്ക് നമുക്ക് ഗവൺമെൻറ് നയപ്രഖ്യാപനത്തിൽ അറിയാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നാടകങ്ങളൊക്കെയാണ് നമ്മൾ ഈ നയപ്രഖ്യാപന ദിവസം കണ്ടത്. സർക്കാരും ഗവർണറുമായുള്ള അസ്വാരസ്യങ്ങളും പോരുകളും ഒക്കെ. ഏതായാലും ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തലക്കെട്ടുകൾ നോക്കാം. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം രാവിലെ 9 മണിക്ക്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടക്കം ജനപ്രിയ പദ്ധതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ വ്യക്തത വന്നേക്കും. മാസപ്പടി കേസിൽ വീണ വിജയന്റെ ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാൻ ED. വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ED അന്വേഷണത്തിനെതിരെ CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. അറസ്റ്റിലായ 13 CPM പ്രവർത്തകരെ ഇന്ന് റിമാൻഡ് ചെയ്യും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. പടിഞ്ഞാറൻ കാറ്റ് ദുർബലമായതോടെ കാലവർഷം എത്താൻ വൈകുന്നു. അറുപത് ദിവസത്തെ വെടിനിർത്തലിന് US ഇറാൻ ധാരണ ഉടനെന്ന റിപ്പോർട്ട്. തീരുമാനമാകാനുള്ളത് ചില കാര്യങ്ങളിൽ മാത്രമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കും. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. IPL രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം ഇന്ന്. മത്സരം രാത്രി 7:30 മുതൽ. ജയിക്കുന്ന ടീം ഫൈനലിൽ. ലോകകപ്പ് ഫുട്ബോളിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26 അംഗ ടീമിനെ മെസ്സി നയിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്നിപ്പോൾ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടക്കം ജനപ്രിയ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും സാമൂഹ്യക്ഷേമ പെൻഷനും ഇന്ദിരാ ഗ്യാരണ്ടിയും ഉൾപ്പെടെ ഉണ്ടാകും. വിവരങ്ങളുമായി അൺഫിലിഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിഡ്, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 10 വർഷത്തിനു ശേഷം LDF സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിനു ശേഷം UDF സർക്കാർ ഒരുപാട് പ്രതീക്ഷകൾ നൽകി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആ പ്രതീക്ഷകൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടക്കം KSRTCയിലെ സൗജന്യയാത്ര, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു, അതിൻ്റെ തുടർ നടപടികൾ, ഒപ്പം ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ധനസമാഹരണം അടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്താകുമെന്ന് സംഭവിക്കുക, സർക്കാരിൻ്റെ നയം എന്തായിരിക്കും ഗവർണർ പ്രഖ്യാപിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഇന്ന് UDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. 16ാം നിയമസഭയുടെ സമ്മേളനം നയപ്രഖ്യാപനത്തോടുകൂടി തുടങ്ങുകയാണ്. ഗവർണർ 9 മണിക്കാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി ആരംഭിക്കുക.
മുൻ സർക്കാരുകളുടെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിൻ്റെ 1-2 വർഷം സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഗവർണർ ആയിരുന്നപ്പോഴും അതിനു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. തികച്ചും നാടകീയമായ സംഭവങ്ങൾക്കും ഒപ്പം തന്നെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾക്കുമായിരുന്നു ഓരോ നയപ്രഖ്യാപനത്തിൻ്റെയും ആദ്യ ദിനങ്ങളും അതിൻ്റെ തൊട്ട് തലേ ദിവസവും ഒക്കെ തന്നെ അത് സംബന്ധിച്ചുള്ള നാടകീയ രംഗങ്ങളും ആകാംക്ഷ നിറഞ്ഞ വാർത്തകളും ഒക്കെ ആയിരുന്നു. ഒരു പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള അന്വേഷണം ഇതിലൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന നയപ്രഖ്യാപന പ്രസംഗം അത് ഗവർണർ വായിക്കാതെ പോകുന്നതും വായിക്കുമ്പോൾ തന്നെ ഒഴിവാക്കുന്നതും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വരെ നമ്മൾ കണ്ടതും വിവാദമായതുമൊക്കെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നയപ്രഖ്യാപനം സാധാരണഗതിയിൽ ശാന്തമായതും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു നയപ്രഖ്യാപനമാകുമോ എന്നാണ് കാത്തിരിക്കുന്നത്. ഏറെക്കുറെ അങ്ങനെ ഒരു നയപ്രഖ്യാപനം തന്നെയാകും. കാരണം UDF സർക്കാർ 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ വരുന്നു. അതിനപ്പുറത്തേക്ക് ആദ്യ നയപ്രഖ്യാപനം ആദ്യമായി ആ സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് തന്നെയും ഗവർണറുമായി നിലവിൽ നല്ല സൗമ്യമായ രീതിയിലും ഗവർണറുമായി ഊക്ഷ്മളമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാകും സ്വാഭാവികമായും സർക്കാർ ആദ്യ പടി എന്ന രീതിയിൽ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയും വലിയ വിവാദങ്ങളോ ഒന്നും തന്നെയും പരാമർശിക്കാതെയുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയാകും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തിരുന്ന് ആദ്യമായി വരുമ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് നിയമസഭയിൽ. അതുകൊണ്ട് സ്വാഭാവികമായും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ. അതിൻ്റെയൊക്കെ തന്നെ ഒരു വ്യക്തത ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾ പറഞ്ഞിരുന്നു 5. അതിൽ ശ്രദ്ധേയമാകുന്നത് KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ആദ്യ ക്യാബിനറ്റിൽ അത് പറഞ്ഞു ജൂൺ 15 എന്ന് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷേ ഈ നയപ്രഖ്യാപനത്തിൽ അത് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 3000 രൂപ എന്നതൊക്കെ ആയിരുന്നു പറഞ്ഞത്. അത് ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോ സൂചനകളൊക്കെ തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. അതടക്കം നിരവധി ഗ്യാരണ്ടികൾ പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് വികസന പദ്ധതികളുടെയൊക്കെ ഒരു തയ്യാറെടുപ്പോ അതിൻ്റെ സൂചനകളോ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ അടുത്തൊരു 5 വർഷത്തേക്ക് UDF സർക്കാർ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക. ഒരു പ്രതിപക്ഷത്തിരുന്ന ശേഷം 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ പ്രത്യേകിച്ച് VD സതീശൻ സർക്കാർ എന്താണ് വിഭാവന ചെയ്യുന്നത് 5 വർഷം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു കാൽവയ്പ്പാണ്, ആദ്യ കാൽവയ്പ്പാണ്. ആ ആദ്യ കാൽവയ്പ്പിലെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഈ ഒരു നയപ്രഖ്യാപനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നത് സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ധവളപത്രം അടക്കമിറക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക, അത്തരത്തിലുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയല്ലേ പ്രത്യേകിച്ചും ഉണ്ടാകുക. മാത്രമല്ല ഈ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി മടങ്ങി വന്നതേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കടമെടുപ്പടക്കം ആവശ്യപ്പെടും എന്നത് സംബന്ധിച്ചതടക്കം ഇനിയിപ്പോൾ ഈ ധവളപത്രം ഇറക്കിയാൽ അതിനുശേഷം മാത്രമേ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ കഴിഞ്ഞ സർക്കാരുകളൊക്കെ ചെയ്തതുപോലെ ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതികൾ അല്ലെങ്കിൽ ആ ഭാവമൊക്കെ ഗവർണർ സ്കിപ്പ് ചെയ്ത് വായിക്കുന്ന അങ്ങനെയൊരു സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അതായത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രഖ്യാപന പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളായാലും ഇനി വിഭാവന ചെയ്യുന്ന വികസന പദ്ധതികളോ മറ്റു പദ്ധതികളോ അടക്കം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം സാമ്പത്തികം തന്നെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി ധവളപത്രമൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഒരു ഊഹാപോഹങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊരു ഒരു പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായ ഒരു നില ഭദ്രമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടിയ നയങ്ങൾ, സാമ്പത്തിക നയങ്ങളിൽ ഒരു വ്യതിചലനം ഉണ്ടായിരുന്നു, വിവേചനം ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എല്ലാ കാലവും 10 വർഷവും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഒരു വിമർശനം ഒന്നും ഉണ്ടാകാതെ കേന്ദ്രത്തിനെതിരെ ഒരു പരാമർശം പോലും ഇല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ED അന്വേഷണമൊക്കെ നടക്കുന്നൊരു പശ്ചാത്തലം കൂടി തന്നെയാണ്. അപ്പോൾ യാതൊരു വിധത്തിലും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളായാലും മറ്റു നയങ്ങളിലായാലും ഒരു വിമർശനം ഒന്നുമില്ലാതെ ഒരു നയപ്രഖ്യാപനമാണ് UDF സർക്കാരിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള സർക്കാർ എങ്ങനെയാണോ കേരളത്തിൽ ഭരിക്കുന്നത് ആ നയം അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഉറപ്പായും ഈ
വി ഡി സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൂടിയാണ്. കാരണം സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് ചുവട് പിടിക്കുന്ന ഒരു സർക്കാരാണ് UDF ഭരിക്കുന്നത് എന്ന രീതിയിലൊരു വിമർശനം ആദ്യമേ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഈ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ അത് ഏത് രീതിയിലായാലും സാമ്പത്തിക നയത്തിലായാലും മറ്റ് നയങ്ങളുടെ കാര്യത്തിലായാലും ഒരു വിമർശനം രൂപേണ പോവുകയാണെങ്കിൽ അത് ഗവർണർ നിലവിലെ സാഹചര്യത്തിൽ അത് വായിക്കുമോ ഒഴിവാക്കുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതി തുടക്കത്തിൽ ഒരു കല്ലുകടി വേണ്ട, ലോക് ഭവനുമായി അല്ലെങ്കിൽ ഗവർണറുമായി തുടക്കത്തിൽ ഒരു കല്ലുകടി വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് തൽക്കാലം വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗവർണറുടെ ഒരു നീരസത്തിനോ അല്ലെങ്കിൽ ഗവർണർക്കെതിരായ ഒരു വിമർശനത്തിനോ ഒക്കെ തന്നെ ഇട നൽകുന്ന രീതിയിലൊരു നയപ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു മേൽക്കൈ കിട്ടും. പ്രതിപക്ഷത്തിന് ആദ്യമേ തന്നെ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ സതീശൻ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ആയുധം കൂടിയായി മാറുകയാണ്. എന്തായാലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ നല്ല യാഥാർത്ഥ്യബോധത്തോടുകൂടി കുറച്ചുകൂടി നല്ല യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അടക്കം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് ഒരുപക്ഷെ കേന്ദ്രത്തെ പിണക്കാതെ, നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതിയിൽ എപ്പോഴും സംസ്ഥാനത്തെ കേന്ദ്രം മുറുക്കുന്നു എന്ന ആരോപണമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മൾ തുടർച്ചയായി LDF സർക്കാർ പിന്തുടർന്നു വന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ നമ്മൾ കണ്ടുവന്ന്. അതിൽ നിന്നൊക്കെ ഒരു മാറി കേന്ദ്രത്തെ പിണക്കണ്ട എന്ന ഒരു നിലപാടിൽ ഈ പറഞ്ഞതുപോലെ അധികം കുറ്റപ്പെടുത്താതെ ഇപ്പോൾ എന്ത് നൽകാൻ കഴിയുമെന്നതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. മറ്റൊന്ന് അൺഫിലിറ്റ്, ഈ സംസ്ഥാനത്തെ ED റെയ്ഡ് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇനി അതിൽ അടുത്ത എന്ത് നടപടി എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ 13 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്നിപ്പോൾ അവർക്കുള്ള നടപടികൾ എന്തായിരിക്കും? ഒപ്പം ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും അത് തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ തലസ്ഥാന രാഷ്ട്രീയം അല്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒരു പോരിലേക്കുള്ള അല്ലെങ്കിൽ വലിയൊരു ആകാംക്ഷയുടെ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണത്തിന് ശേഷം റെയ്ഡിന് ശേഷം മടങ്ങിപ്പോകുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായതുള്ള 18 പേരാണ്, CPM പ്രവർത്തകരാണ്. ഈ 18 പേരിൽ 5 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇനി ബാക്കിയുള്ളത് 13 പേരാണ്. ഈ 13 പേരും ഇപ്പോൾ അറസ്റ്റിലാണ്. ആ അറസ്റ്റ് ചെയ്ത 13 പേരെ ഇനി റിമാൻഡ് ചെയ്യാനുണ്ട്. ആകെ കസ്റ്റഡിയിലെടുത്തത് 19 പേരായിരുന്നു. അതിൽ ഒരാൾ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഇതുമായി കസ്റ്റഡിയിലെടുത്തുവെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ പ്രാഥമികമായി അദ്ദേഹം ഇടപെട്ടു എന്നതിന് തെളിവില്ലാത്തത് കാരണം അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായത്. ബാക്കി 18 പേരാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 13 പേരിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറെ രാത്രിയോടുകൂടിയാണ് മുൻ കൗൺസിലറായിരുന്ന IP ബിനു IP ബിനു ഉൾപ്പെടെയുള്ളവരെ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. അർദ്ധരാത്രിയോടുകൂടിയാണ് ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കി വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതോടുകൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 18 പേർക്കെതിരെ, അതായത് ED ഉദ്യോഗസ്ഥർക്ക് വധിക്കാനായി ശ്രമിച്ചു എന്ന കേസും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ഈ 2 വകുപ്പുകളും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഇന്ന് ഇവരെ റിമാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനായാലും വലിയ രീതിയിലുള്ള നാണക്കേട് ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അപ്പോൾ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയില്ല, ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിട്ട് പോലും വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചില്ല, സുരക്ഷ ശക്തമാക്കിയില്ല തുടങ്ങിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പ് കടുത്ത ആക്ഷേപമാണ് നേരിടുന്നത്. മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പോലും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ED പരിശോധനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി ആര് തന്നെ എത്ര ഉന്നതരായാലും കുറ്റക്കാരായ പ്രതികൾ ആരെയും വെറുതെ വിടുകയില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായത് 18 പേർ മാത്രമാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാനായി കൂടുതൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കണ്ടാൽ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കൂടുതൽ അറസ്റ്റിലേക്ക്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ കൂടുതൽ അറസ്റ്റിലേക്ക്. പക്ഷേ അതിനായി CPM പാർട്ടി ഓഫീസിൽ നിന്നുള്ള ഒരു പട്ടിക കാത്തിരിക്കുകയാണോ പോലീസ്?
അതായത് ഈ പോലീസിനെ സംബന്ധിച്ച് ഉറപ്പായും ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഇന്റലിജൻസിലെ റിപ്പോർട്ടുണ്ട്, DGPയുടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിച്ചേ മതിയാവും, സർക്കാരിന് മുഖം രക്ഷിച്ചേ മതിയാവും. കാരണം കടുത്ത ആക്ഷേപമാണ് ഈ ഒരു സംഭവത്തിൽ. അതായത് ഇത്രയേറെ ഒരുപക്ഷെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അത് തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായും ഒരു അക്രമമോ അല്ലെങ്കിൽ സംഘർഷമോ കണക്കിലെടുത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള പരാതിയും വിമർശനവും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇത് ചർച്ചയാവുകയും ആക്ഷേപത്തിനിടയാവുകയും ചെയ്യുകയാണ്. മാത്രമല്ല ED ഉദ്യോഗസ്ഥരുടെ പരാതിക്കാരായി അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നത് ED ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് വേണ്ടത്ര സുരക്ഷ നൽകാനായി സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ അതൊരു കേന്ദ്രത്തിനെതിരായ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ഒരു കേസായി ഇതിൽ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായും ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായത് വെറും 18 പേർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിരവധി പേരുടെ ലിസ്റ്റും നിരവധി പേരുടെ വിവരങ്ങളുമാണ് EDയുടെ കൈവശമുള്ളത്. അത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് ED ഇപ്പോഴും വാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത്. നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അൺഫിലിറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വധശ്രമത്തിനടക്കമുള്ള വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്, അത് തന്നെയാണ് ചുമത്താനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ED നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ എന്താണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് അറിയേണ്ടതുണ്ട്. വിശദമായി തന്നെ ഈ രേഖകൾ, ബാങ്ക് രേഖകൾ അടക്കം, ഫോൺ, ഡിജിറ്റൽ രേഖകൾ അടക്കം പരിശോധിക്കാൻ ED തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ EDക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. വീണയെ അടക്കം ഇതിന് ശേഷമായിരിക്കുമോ ഒരു സമൻസ് നൽകി വീണ്ടും വിളിപ്പിച്ച് മൊഴിയെടുക്കുക? മാത്രമല്ല CMRL വീണ്ടും ഹൈക്കോടതിയിലേക്ക്, ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജിയുമായി നീങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം സിംഗിൾ ബെഞ്ചിലേക്ക് പോയ ആ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ നാടകങ്ങളെല്ലാം സംഭവിച്ചത്. സ്വപ്ന, ഏതായാലും ഈ മാസപ്പടി കേസിലെ അന്വേഷണം വേഗത്തിൽ തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ പിടിച്ചെടുത്തിട്ടുള്ള, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെയും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും പരിശോധന, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് ED. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ലാപ്ടോപ്പും മറ്റ് ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. കൂടാതെ തന്നെ വീണയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും ED പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ED അയച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ 200ഓളം ബാങ്ക് രേഖകളാണ് ഈ പല സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളുടെ, ഈ രേഖകളുടെയും ശാസ്ത്രീയ പരിശോധനയും ഒപ്പം തന്നെ ഇതിൻ്റെ വിശദമായ പരിശോധനകളും EDയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഏതായാലും വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇനി സമൻസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നതിനുള്ള നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നുമുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു അന്വേഷണം വേഗത്തിൽ തന്നെ നീങ്ങുന്നതിനിടയിൽ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. CMRL ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിലെ സമീപിക്കുകയും EDയുടെ അന്വേഷണത്തിനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും തടയുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം മാസങ്ങളോളം തന്നെ ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ഹർജിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ കൂടി തന്നെ സാധിച്ചിരുന്നു. ഏതായാലും ഈ സിംഗിൾ ബെഞ്ച് വീണ്ടും ഈ അന്വേഷണം തുടരാമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഹർജി ഉടനെ തന്നെ CMRL ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന. കിരണാട വിശദമായ റിപ്പോർട്ടുമായി ചേർന്ന് ED നൽകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളൊക്കെ അനുസരിച്ച് വീണ വിജയനെ കൃത്യമായി വിളിച്ച് മൊഴി രേഖപ്പെടുത്താൻ അടക്കമുള്ള തെളിവുകൾ ലഭ്യമാണ്, കൈവശമുണ്ട്. ഫോൺ രേഖകളുടെ കൂടി ഒരു ഡിജിറ്റൽ തെളിവുകളുടെ കൂടി ഒരു സ്ഥിരീകരണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടി കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം കൃത്യമായി വീണ വിജയനെ ചോദ്യം ചെയ്ത് ED വിളിപ്പിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു നിമിഷം പുറത്തുവരുന്നത്. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് പകരക്കാരനായി DK ശിവകുമാറിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. ഇന്നലെ ലോക്ഭവനിലെത്തി രാജി സമർപ്പിച്ച ശേഷം സിദ്ധാരാമയ്യ ഡൽഹിയിലേക്ക് പോയിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള തൻ്റെ വിശ്വസ്തർക്ക് ഉറപ്പാക്കാൻ സിദ്ധാരാമയ്യ സമ്മർദ്ദം ചെലുത്തിയേക്കും. ലോക്ഭവന് ഇന്നലെ കൈമാറിയ സിദ്ധാരാമയ്യയുടെ രാജി ഇന്ന് ഗവർണർ അംഗീകരിക്കും.
പശ്ചിമേഷ്യയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുണ്ടെങ്കിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് US ഇറാൻ ധാരണ ഉടനെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഏകദേശ ധാരണ സംബന്ധിച്ച രേഖ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കാത്തുകിടക്കുകയാണ് എന്നാണ് സൂചന. ഈ 2 മാസം കൊണ്ട് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത തീരുമാനത്തിൽ എത്താനാണ് നീക്കം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് തുറക്കുകയും അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. ഇറാന്റെ ഫണ്ട് വിട്ടു നൽകുന്നതും ഉപരോധം ലഘൂകരിക്കുന്നതും അടക്കമുള്ള ധാരണകൾ, നിർദ്ദേശങ്ങളൊക്കെ ഇതോടൊപ്പമുണ്ട്. എന്തായാലും എല്ലാ മേഖലകളും യുദ്ധനിർത്തിയുള്ള ധാരണ വിജയിച്ചാൽ ആണവ വിഷയത്തിൽ ഇറാൻ ഒരുപക്ഷെ വിട്ടുവീഴ്ച ചെയ്തേക്കും. ഇറാനുമായി ധാരണയാകാനുള്ളത് ചില വിഷയങ്ങളിൽ മാത്രമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രതികരിച്ചിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി NTA വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ജിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വരുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിനടക്കം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇന്നിപ്പോൾ കോടതി ആവശ്യപ്പെടുക? സ്വപ്ന, വിഷയത്തിൽ ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദമായ സത്യവാങ്മൂലം സുപ്രീം കോടതിക്ക് മുൻപിൽ സമർപ്പിക്കും. ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദമായിരിക്കും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുക. നേരത്തെ കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിക്കവെ തന്നെ രൂക്ഷമായ വിമർശനം പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നടത്തിയിരുന്നു. വീഴ്ചകളിൽ നിന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന ചോദ്യമായിരുന്നു ആ ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ തുടർച്ചയായി ഇത്തരത്തിൽ പരീക്ഷകളിൽ യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട, വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ തുടർച്ചയായ വീഴ്ചകളിൽ വരുന്നത് ദുഃഖകരമാണ് എന്ന നിരീക്ഷണവും ബെഞ്ച് നടത്തിയിരുന്നു. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ കക്ഷികൾക്കും കോടതി നോട്ടീസ് അയക്കുകയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നേരത്തെ നിയോഗിച്ച ഉന്നതാധികാര സമിതിയോടും വിശദമായ റിപ്പോർട്ട് കോടതിക്ക് മുൻപിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടക്കാനിരിക്കുകയാണ്. ആ പരീക്ഷയ്ക്ക് മുൻപായി എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെട്ടുണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കോടതിക്ക് മുൻപിലുള്ള ഹർജി എന്നുള്ളത് ഈ നിലവിൽ നീറ്റ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ മേൽനോട്ട സമിതി രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനയാണ് കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. കൂടാതെ നിലവിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ NTA അടക്കം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മഴയിലേക്ക് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും മഴ ശക്തമായി തുടരും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കിരണാണ് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ശക്തമായ കാറ്റും ഇടിമിന്നലടക്കം ഉണ്ടാകുമെന്ന സൂചനകളും ഇതോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത്. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സ്വപ്ന, ജൂൺ 1 വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ അലർട്ട് തുടരുന്നുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലും നാളെയും യെല്ലോ അലർട്ട് തന്നെയാണ് തുടരുന്നത്. ഏതായാലും ജൂൺ 1 വരെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ രാവിലെ വലിയ മഴയ്ക്ക് ഒരു ശമനമുണ്ടെങ്കിൽ പോലും ഇന്നലെ രാത്രിയും ഇന്നും പുലർച്ചെയും വലിയ മഴ തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. ഏതായാലും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ ജാഗ്രത തുടരണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടി മഴ ശക്തമായി തന്നെ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സ്വപ്ന.
കിരണാണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കമുണ്ട്, പ്രേക്ഷകർ പാലിക്കുക. ആലപ്പുഴ നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പാതി വഴിയിലാണ്. പ്രധാന തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കാതെ വന്നതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ കാലവർഷം എത്തുന്നതോടെ താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ 2 ദിവസത്തിന് മുൻപ് മാത്രമാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നഗരസഭാ പരിധിയിൽ മാത്രം ചെറുതും വലുതുമായ 300ഓളം ഇടത്തോടുകളുണ്ട്. എന്നാൽ ഇവയിൽ പകുതി പോലും ശുചീകരിച്ചിട്ടില്ല. പുന്നമട, നെഹ്റു ട്രോഫി, പള്ളാംതുരുത്തി, കരളകം, പാലസ് വാർഡ്, കൈതവന തുടങ്ങിയ മേഖലകളിലെ വീടുകളിൽ ആദ്യ മഴയിൽ തന്നെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. വേനൽ മഴയിൽ പലയിടത്തും വെള്ളം ഉയർന്നതോടെ നഗരപ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിലാണ്. നാളിതുവരെ ഒരു സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ നിലയിൽ ഒരു ഉപദ്രവം നടത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയമാണ് ഇതിനകത്തും കാണിക്കുന്നത്. കാര്യം ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഒരു കൗൺസിൽ പറയുന്നിടത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പൊതുവായ വെള്ളക്കെട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വാടപ്പുഴി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു 10-25 വാർഡുകളിൽ വരുന്ന വെള്ളം ഒഴുകിപ്പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴയാണ്. ആ പുഴയുടെ പുഴിമുഖം തുറക്കാതെ അതിന് മുന്നോട്ടുള്ള വാർഡുകളിൽ എവിടെയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ട് ഈ വെള്ളം കടലിലേക്ക് പോകത്തില്ല. പക്ഷേ പുഴിമുഖത്തെ വാർഡ് വാടക്കലായതുകൊണ്ടും അവിടുത്തെ ജനപ്രതിനിധി ഇടതുപക്ഷമായതുകൊണ്ടും ആ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകുന്നില്ല. അപ്പോൾ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പുറത്തെ വാർഡുകളിൽ അതിൻ്റെ പരിസരത്തുള്ള വരുന്ന 20-25ഓളം വാർഡുകളിൽ എത്ര മനോഹരമായി വൃത്തിയാക്കിയാലും ആ വെള്ളം ഒഴുകി വരാനുള്ള സാധ്യത അങ്ങോട്ടേക്ക് ഇല്ലാതാവും. ഇത് തന്നെയാണ് പൊതുവായി ഇവിടുത്തെ നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജലജന്യ രോഗങ്ങളാൽ വലിയ തോതിൽ പ്രയാസപ്പെടുന്ന ഒരു നഗരമാണ് ആലപ്പുഴ. പൊതുമരാമത്ത് വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പലയിടങ്ങളിലും ജോലികൾ ആരംഭിച്ചെങ്കിലും കാലവർഷ മഴയ്ക്ക് മുൻപ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാവില്ല എന്നതാണ് സത്യം. കാലവർഷം കൂടി എത്തിയാൽ നഗരത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിലാകും. പലയിടത്തോടുകളും നിലവിൽ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. മഴയെത്തി വെള്ളമുയർന്നാൽ ഈ മാലിന്യങ്ങൾ പ്രദേശത്തെ വീടുകളിൽ എത്തും. ഇത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനും കാരണമാകും. മഴയെത്തും മുൻപേ പൂർത്തിയാകേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ച UDF നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ പ്രതിഷേധവും രൂക്ഷമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊച്ചി P&T കോളനി വാസികൾക്കായി നൽകിയ ഫ്ളാറ്റിന്റെ ചോർച്ചയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ പണി പൂർത്തീകരിച്ച ഫ്ളാറ്റ് വെറും 1.5 വർഷത്തിനുള്ളിലാണ് അപകടാവസ്ഥയിലായത്. ദുർബലമായ കെട്ടിടത്തിൽ എങ്ങനെ ഈ മഴക്കാലം കഴിച്ചുകൂട്ടുമെന്ന ആശങ്കയിലാണ് താമസക്കാർ. പുതിയ ഫ്ളാറ്റിലെ താമസം കൊച്ചി P&T കോളനി നിവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ടിലായ ജനങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫ്ളാറ്റ് അനുവദിച്ചത്. എന്നാൽ താമസം തുടങ്ങി 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി. മുകളിലെ നിലയിലെ തറയിൽ ഒരിറ്റു വെള്ളം വീണാൽ അത് ഉടനെ താഴത്തെ നിലയിലെത്തും. വൈദ്യുതി ലൈനുകൾ സമീപത്തുകൂടി പോകുന്നതിലും താമസക്കാർക്ക് ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ മഴ പെയ്ത് വെള്ളം മുഴുവനും ചോർന്ന് കിടക്കാൻ വയ്യാത്ത ഗതികേടായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ലൈൻ പോയിരിക്കുന്നത് കൊണ്ട് ഏതു നേരവും ഇടിയും മിന്നലും അകത്തോട്ട് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, വിവരമില്ല. എല്ലാം അറിവുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർ. ഇവർ ഇതെല്ലാം അറിഞ്ഞു വെച്ചിരുന്നിട്ട് ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കി തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നും രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് അവിടെ വന്നിട്ട് ഇന്ന് വരെ കസറിലേ ഇരിക്കുന്നുള്ളൂ. താഴെ ഇരിക്കാനുള്ള സാഹചര്യമില്ല. നമ്മൾ കുളിക്കണ വെള്ളം മൊത്തം താഴത്തെ വീട്ടുകാർ അടിയിലോട്ടാണ് പോണത്. വെള്ളം കൊണ്ട് പേടിച്ചാണ് കിടക്കുന്നത്. പണിയും കഴിഞ്ഞ് അകത്ത് പോയാലും പേടി തന്നെ ഇപ്പം കൂടുതൽ. കോളനിയിലുള്ളപ്പോഴാണ് അഴുക്ക് വെള്ളം കയറുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇപ്പം കറണ്ടിൻ്റെ ഷോക്കാണ്. അന്നൊരു കാറ്റടിച്ചപ്പോൾ ലൈറ്റ് അങ്ങ് ഓഫാക്കി വിടുന്ന ലൈറ്റാണ്, തന്നെ കത്തിപ്പോയി. ഈർപ്പൊക്കെ ഇറങ്ങാനുണ്ട്, ചോർച്ചയാണ്. നിരവധി തവണ വിഷയം GCDയുടെ ശ്രദ്ധയിലെത്തിക്കാൻ താമസക്കാർ ശ്രമിച്ചു. എന്നാൽ ഫലമുണ്ടായില്ല. ഫ്ളാറ്റ് നിർമ്മിച്ചതിൽ വലിയ അഴിമതിയാണ് ഇവർ ആരോപിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം വേണമെന്നതാണ് പ്രധാന ആവശ്യം. അതിലുപരി ഈ മഴക്കാലം എങ്ങനെ തള്ളി നീക്കുമെന്ന ആശങ്കയിലുമാണ് ഇവർ. GCDക്ക് മുന്നിലെ പ്രതിഷേധ സമരമാണ് ഇക്കാര്യത്തിൽ ഒടുവിൽ നടന്നത്. സ്ഥലം MLA മുഹമ്മദ് ഷിയാസും താമസക്കാർക്ക് പിന്തുണയുമായി എത്തി. 18 കോടി രൂപയോളം ചെലവഴിച്ചു. മനസാക്ഷിയില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. അതുമാത്രമല്ല, എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ദൂരപരിധി പോലും നോക്കാതെ ഇത് നിർമ്മിച്ചതുകൊണ്ട് ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുമോ എന്നുള്ള ഭയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വലിയ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ അതുണ്ടാകുമെന്നുള്ളൊരു ഭയം കൂടി ഇപ്പോഴുണ്ട്. അത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിഹരിച്ച്, അല്ലെങ്കിൽ വാസയോഗ്യമല്ലെങ്കിൽ വേറൊരു പുനരധിവാസം തയ്യാറാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടും. അതാണിപ്പോൾ നമുക്ക് അടിയന്തരമായി ചെയ്യാൻ കഴിയുക.
ഫ്ളാറ്റ് നിർമ്മാണം ശാസ്ത്രീയമായല്ല നടന്നതെന്നാണ് ഒന്നാമത്തെ ആരോപണം. അക്കാര്യം ഫ്ളാറ്റ് സന്ദർശിച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ആരോപണം. ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ അടിയന്തര ഇടപെടലാണ് താമസക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ കുന്നംകുളത്ത് ചികിത്സാ ആവശ്യത്തിനായി സ്വന്തം ഭൂമി വിറ്റ വൃക്കരോഗിയെ കബളിപ്പിച്ച് വസ്തുക്കച്ചവടത്തിന് ഇടനില നിന്നവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. കുന്നംകുളം പാറയമ്പാടം സ്വദേശിയായ സഞ്ജയ് രാജാണ് കബളിപ്പിക്കപ്പെട്ടത്. ഭൂമി വിൽപ്പന നടത്തി എതിർ പാർട്ടിയിൽ നിന്നും പണം കൈപ്പറ്റി ഇടനിലക്കാർ കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ പണം തട്ടിയെടുത്തതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സഞ്ജയ് ഇപ്പോൾ ചികിത്സാ കാര്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി വിവിധ രോഗങ്ങളാൽ ശാരീരികമായും മാനസികമായും വലിയ പ്രതിസന്ധിയിലാണ് കുന്നംകുളം പാറയമ്പാടം സ്വദേശിയായ സഞ്ജയ് രാജ്. 44 വയസ്സിനിടയിൽ 2 തവണ ഹൃദയസ്തംഭനമുണ്ടായി. വൃക്കരോഗബാധിതനായതിനാൽ 1.5 വർഷമായി ഡയാലിസിസ് നടത്തിവരുന്നു. ഇതിനിടയിൽ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സയും തേടി. അവിവാഹിതനായ സഞ്ജയ് സഹോദരങ്ങളുടെ കരുതലിലാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടതോടെ സഞ്ജയ് കുടുംബോഹരിയായി ലഭിച്ച 35 സെന്റ് ഭൂമിയിൽ 15 സെന്റ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചു. പരിചയക്കാരനായ വെങ്കിടങ്ങ് സ്വദേശി സാജനെ ഇതിനായി ചുമതലപ്പെടുത്തി. വസ്തു വിൽപ്പനയ്ക്ക് ഇടനില നിന്ന സാജൻ ഇയാളുടെ പരിചയത്തിലുള്ള അമലനഗർ സ്വദേശി ബക്കറിനെ കച്ചവടത്തിൽ ഉൾപ്പെടുത്തി. മലപ്പുറം സ്വദേശിയായ സൂര്യകലയ്ക്ക് ഇവർ ചേർന്ന് ഭൂമി വിൽപ്പന നടത്തിയെങ്കിലും കരാർ വ്യവസ്ഥ പ്രകാരമുള്ള പണം നൽകാതെ ഇടനിലക്കാർ കബളിപ്പിച്ചതായാണ് സഞ്ജയുടെ പരാതി. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും കാര്യങ്ങൾ റണ്ണാക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു കുടുംബസ്വത്തായിട്ട് കുറച്ച് പ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക എന്നുള്ളൊരു ഇതിനായിട്ട് ഈ സാജൻ കല്ലിങ്കൽ എന്ന് പറഞ്ഞ ആളിനെ സമീപിച്ചിട്ടുണ്ട്. 8 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തരാം, ഒരു 12 രൂപ വെച്ചൊക്കെ ഞങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, 12 രൂപ വെച്ചൊക്കെ ഞങ്ങൾ വിൽക്കും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളാഞ്ചേരിയുള്ള ഒരു പാർട്ടിക്കാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇവർ 5.80 അവിടെ നിന്ന് നമുക്ക് തന്നത്. ബാക്കിയുള്ള പൈസകൾ ചോദിച്ചപ്പോൾ ഇവർ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഭൂമി വിൽപ്പനയുടെ പ്രതിഫലമായി സെന്റിന് 8 ലക്ഷം രൂപ വീതം നൽകാമെന്നും വിൽപ്പനയ്ക്ക് മുന്നോടിയായി ചികിത്സാ കാര്യങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു വ്യവസ്ഥ. എന്നാൽ 2024 ഡിസംബർ 31 വസ്തു വിറ്റ് എതിർ പാർട്ടിയായ സൂര്യകലയിൽ നിന്നും പണം വാങ്ങിയ ഇവർ സഞ്ജയ്ക്ക് 3.5 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി ഇടനിലക്കാരോട് സഞ്ജയ് പണം ആവശ്യപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ ഇടനിലക്കാർ ഒഴിയുകയായിരുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് 10-15 ലക്ഷം രൂപ ആദ്യം തരാം എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ചോദിക്കുമ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം, നിങ്ങൾ അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കുന്നംകുളം ACPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണം ലഭിക്കാതായതോടെ ചികിത്സാ കാര്യങ്ങൾ മുടങ്ങുകയും സഞ്ജയ് സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇതേ തുടർന്ന് കുന്നംകുളം പോലീസിനും SP-ക്കും പരാതി നൽകി. തൃശൂർ ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും പരാതി നൽകാനിരിക്കുകയാണ് സഞ്ജയ്. അമൃത ന്യൂസ്, തൃശൂർ. രണ്ട് ദിവസത്തെ ബോളൂർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് മംഗലാപുരത്ത് തുടക്കമായി. കുട്ടികളിൽ മൂല്യബോധം വളർത്തേണ്ടതിൻ്റെയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അനിവാര്യത ഓർമ്മിപ്പിച്ച് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തുളുനാടിന്റെ പുരാതന ചരിത്രമുള്ള മംഗളൂരു ബോളൂർ ഗ്രാമത്തിലേക്ക് ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും അമൃതസ്പർശമായാണ് അമ്മ എത്തിയത്. പുലർച്ചെ മുതൽ ആരംഭിച്ച പ്രത്യേക പൂജകളിലും ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. കുട്ടികളിൽ മൂല്യബോധം കുറഞ്ഞുവരുന്ന ആധുനിക സാഹചര്യത്തിൽ അവരെ പ്രകൃതിയെയും ചരാചരങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്ന് അമ്മ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. എല്ലാറ്റിലും ഈശ്വരനെ കാണാനാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. പ്രകൃതിയോട് സൗഹൃദം പുലർത്തിയും പരസ്പരം സഹകരിച്ചുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ വരും ദിനങ്ങളിലും മഹാമാരികളും ദുരന്തങ്ങളും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നും അമ്മ കൂട്ടിച്ചേർത്തു. സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി പല നല്ല പാഠങ്ങളും പഠിപ്പിക്കേണ്ടതായിരുന്നു. അവയെല്ലാം വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. ഓരോ ആപത്തും മഹാമാരിയാകട്ടെ, പ്രക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസവും.
മനുഷ്യർ തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദം പ്രാപിക്കുക, സസ്യക്ഷേമമായി സഹവാസം പുലർത്തുക. ഈ 3 കാര്യങ്ങൾ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ബാധിക്കുമെന്നാണ്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ആധ്യാത്മിക മേഖലയ്ക്ക് പുറമെ പാവപ്പെട്ടവരെ സഹായിക്കാനും സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മാതാ അമൃതാനന്ദമയി മഠത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ಅಮ್ಮ ಇಡೀ ಜಗತ್ತಿನ ಬಡವರಿಗೆ, ದೀನರಿಗೆ, ದಲಿತರಿಗೆ, ಕೈಲಿ ಆಗಲಾಗದವರಿಗೆ ಅವರೊಬ್ಬ ಅಮ್ಮನಾಗಿ ಇವತ್ತು ಸರ್ಕಾರ ಮಾಡಲಾರಕ್ಕೆ ಯಾವುದು ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಥವಾ ಕೆಲವು ಸಂಗತಿಗಳನ್ನು ಸರ್ಕಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲೋ ಆ ಕೆಲಸವನ್ನು ಅವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. രാഷ്ട്രീയ അധികാരം ഉൾപ്പെടെയുള്ളവ താൽക്കാലികം മാത്രമാണെന്നും ആധ്യാത്മിക ശക്തിയാണ് ശാശ്വതമെന്നും ചടങ്ങിൽ പങ്കെടുത്ത കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ನಮ್ಮ ಪವರ್ ಎಲ್ಲ ಟೆಂಪರರಿ ಪವರ್, ಅಮ್ಮನ ಪವರ್ ಅದು ಪರ್ಮನೆಂಟ್ ಪವರ್. ಎಲ್ಲಿ ಹೋದ್ರೂ ಕೂಡ ನಿಮಗೆ ಒಂದು ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಇವತ್ತು. ആഘോഷങ്ങൾക്കപ്പുറം കാരുണ്യത്തിന്റെ ദിവ്യസ്പർശം മറ്റുള്ളവർക്കായി പകർന്നു നൽകുന്നതായിരുന്നു ബ്രഹ്മസ്ഥാന മഹോത്സവ വേദി. മഠത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. അടുത്ത ഘട്ടത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന കുട്ടികൾക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു. അമൃതശ്രീയിലെ 1200 അംഗങ്ങൾക്കുള്ള സഹായം, തീരദേശവാസികൾക്കായുള്ള കടൽപ്പായൽ കൃഷി പദ്ധതി, അയുധ് മംഗളൂരുവിന്റെ മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടി എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ജിതകാമാനന്ദ, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട MP, കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി റിതേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ മഹോത്സവത്തിൽ പങ്കെടുത്തു. ഭക്തർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. വാർഷിക മഹോത്സവം ആഘോഷമാക്കാൻ കോഴിക്കോട് ബ്രഹ്മസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. വാർഷികത്തിന്റെ മുഖ്യ കാർമ്മികത്വം നിർവഹിക്കാനായി സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മെയ് 30 വൈകിട്ട് കോഴിക്കോടെത്തും. മെയ് 31, ജൂൺ 1 തീയതികളാണ് വാർഷിക മഹോത്സവം. 6 വർഷങ്ങൾക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കോഴിക്കോട് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്. അമ്മയുടെ അനുഗ്രഹം വാങ്ങാനും വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനുമായി എത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടക സമിതി ബ്രഹ്മസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. അമ്മ വരാറായ സമയത്ത് ഇപ്പോൾ സാധാരണ യജ്ഞശാല അതിൻ്റെ പൂർത്തീകരണം ആയിട്ടുണ്ട്. പിന്നെ കൂടാതെ അന്നശാല, കൂടാതെ നമ്മുടെ ഈ അക്കോമഡേഷനൊക്കെ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തതൊക്കെ ഏകദേശം അതൊക്കെ റെഡിയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. കലവറ നിറയ്ക്കൽ പരിപാടി ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതിലേക്ക് അന്നശാലയിലേക്ക് കിച്ചണിൽ വേണ്ട കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തിയ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ കൊടുത്തുവിടുന്ന സംഭവമാണ്. അതെല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ട്. 10,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന്റെ പണിയും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേക സ്റ്റാളുകൾക്കായുള്ള പണികൾ പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയോടെ കലവറ നിറയ്ക്കലും പൂർത്തിയാകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ അമ്മയുടെ ഭക്തിഗാനസുധ, പ്രഭാഷണം, ധ്യാനം എന്നിവയും ഉണ്ടാകും. ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയിലും അമ്മയെ കാണാൻ അവസരവും ലഭിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഭക്തിയെ തത്വചിന്താപരമായ ഉൾക്കാഴ്ചയോടെ പകർന്നു തരികയാണ് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി എന്ന് സാഹിത്യകാരൻ PR നാഥൻ പറഞ്ഞു. 5 പതിറ്റാണ്ടിലേറെയായി അമ്മയുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും അമ്മയെ കോഴിക്കോട്ടേക്ക് അതീവ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നതെന്നും PR നാഥൻ കൂട്ടിച്ചേർത്തു. 52 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കോഴിക്കോട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ദർശനം കിട്ടുന്നത്. തുടർന്ന് ഇത്രയും കൊല്ലങ്ങൾ പലപ്പോഴായിട്ട് ഇവിടെ വെച്ചും വള്ളിക്കാവിൽ വെച്ചിട്ടും അമ്മയുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലയാളികളുടെ മനസ്സിലെ ഭക്തിഭാവം തത്വചിന്താപരമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള ഒരു പ്രോത്സാഹനം, ഇതൊക്കെ അമ്മ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മ ചെയ്തു. അതുകൊണ്ടാണ് അമ്മ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുടിയേറി പാർത്തത്. എൻ്റെ രചനകളെ അമ്മ പറഞ്ഞു തന്ന നന്മകൾ സ്വാധീനിച്ചിട്ടുണ്ട്. 2025 അമൃതകീർത്തി പുരസ്കാരം എനിക്ക് കിട്ടിയ കാര്യം ഞാൻ സ്മരിക്കുകയാണ്. ഇപ്പോൾ
അമ്മ വരുന്ന ഈ വേളയിൽ ബ്രഹ്മോത്സവ പരിപാടികൾക്ക് ഞാൻ ആദരപൂർവ്വം ആശംസകൾ നേരുന്നു. നമസ്കാരം. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തുന്ന സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി സന്തോഷത്തോടെ വരവേൽക്കുന്നതായി ചലച്ചിത്ര സംവിധായകൻ VM വിനു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് അമ്മ പകർന്നു നൽകുന്നതെന്നും വിനു പറഞ്ഞു. ലോകമെമ്പാടും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശം പകർന്നു നൽകുന്ന മാതാ അമൃതാനന്ദമയി ദേവി കോഴിക്കോട്ടേക്ക് എത്തിച്ചേരുന്നത് വിശ്വാസികൾക്കും നാടിനും വലിയ അനുഗ്രഹമാണ്. അമ്മയുടെ സാന്നിധ്യം മനുഷ്യ മനസ്സുകൾക്ക് സമാധാനവും സമൂഹത്തിന് ഐക്യത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സന്ദേശമാകട്ടെ. സ്നേഹവും സേവനവും കരുണയും നിറഞ്ഞ അമ്മയുടെ വാക്കുകൾ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പുതിയ പ്രത്യാശയോടെ വെളിച്ചമാവട്ടെ. അമ്മയ്ക്ക് കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതവും പ്രാർത്ഥനാപൂർവമായ ആശംസകളും നേരുന്നു. വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിലും ശ്രീ ദിലീപ് സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെ ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ നടക്കും? ഇന്നും നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥയ്ക്കായോ വരാത്തതും പുതിയ സമാധാന കരാറിന് യാതൊരു സാധ്യതയും കാണാത്തതും ആഗോള വിപണികളിൽ വിൽപ്പന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. ആഭ്യന്തര തലത്തിലും വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന ഘടകങ്ങളൊന്നും തന്നെയില്ല. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പലതും മികച്ചതായിരുന്നെങ്കിൽ കൂടിയും നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന ഒരു വിൽപ്പന വിപണിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ ഉണ്ടാകുന്ന ഓരോ ഉയർച്ചയും വിൽപ്പനയ്ക്കുള്ള അവസരമായി കണക്കാക്കുന്നതുകൊണ്ട് തന്നെ മുൻതര ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പന വിപണിയിൽ തുടരുക തന്നെയാണ്. ഒപ്പം തന്നെ HDFC ബാങ്കിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള സംഭവവികാസങ്ങൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം HDFC ബാങ്കിൽ 2% നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ട് വിപണിയിൽ ഒരു തുടർച്ചയായ ഒരു മുന്നേറ്റം സാധ്യമാകണമെങ്കിൽ മുൻനിര ഓഹരികളിൽ ഒരു നിക്ഷേപ താല്പര്യം വരേണ്ടതുണ്ട്. അത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മുൻനിര ഓഹരികളിലേക്കുള്ള ഒരു നിക്ഷേപത്തിൻ്റെ സാധ്യത ഉള്ളത്. അത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇങ്ങനെ വിൽപ്പന തുടരുകയാണെങ്കിൽ അത് വിപണിക്ക് പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. 23,500 24,000 എന്ന ഒരു നേരിയ നിലവാരത്തിലായിരിക്കും മുൻനിര സൂചികയായ നിഫ്റ്റി നീങ്ങുക. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ സ്ഥായിയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ തന്നെയായിരിക്കും വിപണി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കായി വരികയും ക്രൂഡ് ഓയിൽ വില ഒരു $100 താഴേക്ക് നീങ്ങുകയും $80 എന്ന നിലവാരത്തിലെങ്കിലും സ്ഥിരപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വിപണിക്ക് പ്രോത്സാഹനമാവും. മറിച്ചാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിരിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം കൂട്ടിയേക്കുമെന്നുള്ളൊരു ആശങ്ക വിപണിയിലുണ്ട്. ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് നേരിയ തോതിലെങ്കിലും നിരക്ക് വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള ഒരു ആശങ്കയും നിക്ഷേപകർക്കുണ്ട്. ഇതെല്ലാം കൂടി ഉള്ള ഒരു പ്രതിഫലനമാണ് വിപണിയിൽ ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പന. എന്തായാലും ഇന്ന് നേരിയ നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലാണ്. ഫർമാന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നേരത്തെ നീട്ടിവെച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയെ മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. മധ്യപ്രദേശിലാണ് കേസിന്റെ FIR രജിസ്റ്റർ ചെയ്തതെന്നും സ്വാഭാവിക മുൻകൂർ ജാമ്യാപേക്ഷ കേരളത്തിലെ ഹൈക്കോടതിയിൽ നിലനിൽക്കില്ല എന്നുമായിരുന്നു വാദം. കേസിൽ ഇന്ന് ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ്. ജമ്മുകശ്മീരിലെ രജൌറിയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. വനമേഖലയിൽ രാത്രിയിലും കനത്ത വെടിവെപ്പുണ്ടായി. ഭീകരരുടെ ഒളിത്താവളം തകർത്തുവെന്ന് സുരക്ഷാ സേന അറിയിച്ചു. വനത്തിനുള്ളിലെ ഗുഹയിലാണ് നിലവിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നത്. 6 ദിവസമായി തുടരുന്ന ഏറ്റുമുട്ടൽ അവസാന ഘട്ടത്തിലെന്ന് സുരക്ഷാ സേന അറിയിച്ചു. പ്രദേശത്തെ തീവ്രവാദികളുടെ നീക്കത്തെക്കുറിച്ചുള്ള പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ശനിയാഴ്ചയാണ് തിരച്ചിൽ ആരംഭിച്ചത്. സൈന്യവും ജമ്മുകശ്മീർ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും സംയുക്തമായാണ് ഓപ്പറേഷൻ തുടങ്ങിയത്. ഓപ്പറേഷൻ ഷിർവാലി എന്നാണ് സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നത്. ഇടുക്കി കാഞ്ചിയാർ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആദിവാസി കുടുംബങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വിപണിയിലെത്തുന്നു. സാങ്കേതിക തികവോടെ നിർമ്മിച്ച മനോഹര ഉൽപ്പന്നങ്ങൾ വനം വകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിലൂടെയാണ് വിൽപ്പന നടത്തുക. കളിക്കോപ്പുകൾ, കസേര, വാദ്യോപകരണങ്ങൾ, അലങ്കാര ലൈറ്റുകൾ എല്ലാം ആദിവാസി കരവിരുതിൽ പൂർണ്ണത കൈവരിക്കുകയാണ്.
ആരെയും അതിശയിപ്പിക്കുന്ന പൂർണ്ണതയാണ് ഈ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. മുള, ഈറ്റ, ചൂരൽ തുടങ്ങി വനവിഭവങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. പരമ്പരാഗത രീതിയിലാണ് ഇവർ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. വനം വകുപ്പിന്റെ പരിശീലനം കൂടി ലഭിച്ചതോടെ സാങ്കേതിക പൂർണ്ണതയും ഇവയ്ക്കുണ്ടായി. ഇവർക്കെല്ലാം ഇത് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ മാത്രമാണ് നമ്മളിപ്പം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു തൊഴിലവസരങ്ങൾ കൂട്ടുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ യൂണിറ്റിൽ ഇവിടെ നമ്മളൊരു പുതിയ രസജി രൂപീകരിക്കും. അത് VDVK എന്ന് പറയുന്ന നമുക്കൊരു പദ്ധതിയുണ്ട്. ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു VDVK രൂപീകരിച്ചിട്ട് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ എക്കോ ഷോപ്പ് വഴിയും അല്ലാതെ പൊതുവിപണിയിലേക്കും എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ പാമ്പാടിക്കുഴി വനസംരക്ഷണ സമിതിയാണ് ആദിവാസി കുടുംബങ്ങൾക്ക് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. ഈ ഉൽപ്പന്നങ്ങൾ വനം വകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിലൂടെ വിൽപ്പന നടത്തും. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് എല്ലാം. ആദിവാസി കരവിരുതിൽ വിരിയുന്ന ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ ആരുടെയും മനം കവരും. അമൃത ന്യൂസ്, ഇടുക്കി. വനമേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പത്തനംതിട്ട വടശ്ശേരിക്കര ടൗണിൽ കാട്ടാന ഇറങ്ങിയത് ജനങ്ങളെയും വ്യാപാരികളെയും ഭീതിയിലാഴ്ത്തി. കഴിഞ്ഞ ദിവസം രാത്രി മനോരമ ജംഗ്ഷനിലെത്തിയ ആനയെ വനം വകുപ്പ് തുരത്തിയെങ്കിലും പ്രദേശത്തെ കൃഷിയിടങ്ങളും മതിലുകളും തകർത്ത് വൻ നാശനഷ്ടമാണ് വരുത്തിയത്. വന്യമൃഗശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനമേഖലകളിൽ നിന്നും ഏറെ അകലെയാണെന്ന ധൈര്യത്തിലായിരുന്നു വടശ്ശേരിക്കരയിലെ ജനങ്ങൾ. എന്നാൽ ആ ധൈര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇല്ലാതായത്. വടശ്ശേരിക്കര കുമ്പളത്താമൺ റോഡിലൂടെ സഞ്ചരിച്ച കല്ലാർ നദി മുറിച്ചു കടന്നാണ് കാട്ടാന മനോരമ ജംഗ്ഷനിലെത്തിയത്. ഇവിടെ നിന്നും മണ്ണാറക്കുളഞ്ഞി ശബരിമല ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയത്നിച്ചാണ് തിരികെ ഓടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ടൗണിന് തൊട്ടടുത്തുള്ള മുളമൂട്ടിൽ ആനയുടെ പുരയിടത്തിൽ കാട്ടാന വൻ നാശനഷ്ടം വിതച്ചിരുന്നു. സ്ഥലം പാട്ടത്തിനടുത്ത് കേരള ബാങ്കിൽ നിന്നും കടമെടുത്ത് പുളിക്കൽ സാബു ജോസഫ് ചെയ്ത ഏത്തവാഴ കൃഷിയാണ് ആന ചവിട്ടിമതിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സാബുവിനുണ്ടായത്. ഇത് ഒളികല്ലിന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ആനേനെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ അവിടെ കൊണ്ടുവിടും? ഫോറസ്റ്റുകാർ ഇവിടുന്ന് 20 കിലോമീറ്റർ അകലെയുള്ള റേഞ്ച് ഓഫീസിൽ നിന്നാണ് ഇവിടെ വരാണ്ട്. ഇവിടെ റേഞ്ച് ഓഫീസുണ്ട്. ഇതിന്റെ അസിസ്റ്റന്റ് റേഞ്ച് ഓഫീസാണ് ചിറ്റാറിലുള്ളത്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഉദ്യോഗസ്ഥരില്ല, വണ്ടിയില്ല. പിന്നെ ആര് വരും? ഇതേ ദിവസം തന്നെയാണ് കടമാൻപാറ വാഴയിൽ വീട്ടിൽ വത്സമ്മയുടെ വീടിന്റെ മതിലും കാട്ടാന തകർത്തത്. വീടിനോട് ചേർന്ന് പകൽ സമയത്ത് പോലും ആനകൾ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആന പറമ്പിലിറങ്ങിയത് നോക്കാൻ പോകുന്നതിനിടയിൽ ആന ഒടിച്ചു കളഞ്ഞ വാഴക്കച്ചിയിൽ തെന്നിവീണ് വത്സമ്മയുടെ കാലിന് പൊട്ടലേൽക്കുകയും ചെയ്തു. ഒരിക്കൽ മതിലിടിഞ്ഞു കിടക്കുന്നുണ്ട്. അന്നൊന്നും നമുക്ക് ആനയുടെ കാര്യമൊന്നും അറിയത്തില്ല, ഒരു സൈഡിലേത്. പിന്നെ അടുത്തൊരു 2 ദിവസം കഴിഞ്ഞപ്പം രാത്രി മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വീടെല്ലാം കുലുങ്ങുന്നു നീരമ്മയെന്ന് പറഞ്ഞ് ഉണർത്തി. ഞങ്ങൾ 2 പേരും താഴെ വർക്കേരിയിൽ ഇറങ്ങിയപ്പം രാത്രി നമുക്ക് കാണാം കൊമ്പ് തന്നെ, ഒരു സൈഡിൽ ഈ സൈഡിൽ കൊമ്പ്, ആ സൈഡിൽ കൊമ്പ്. നിലവിൽ പ്രദേശത്ത് കാട്ടാന സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രികാല യാത്രക്കാരും പുലർച്ചെ ജോലിക്കിറങ്ങുന്നവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. എങ്കിലും ഭയന്ന് വിറച്ച് എത്രനാൾ മുന്നോട്ടു പോകുമെന്നാണ് വടശ്ശേരിക്കരക്കാരുടെ ചോദ്യം. വന്യമൃഗശല്യത്തിന് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ഏക ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. തമിഴ്നാട് കമ്പത്ത് മുന്തിരിത്തോട്ടത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മാതൃക സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അണക്കെട്ടും അനുബന്ധ സംവിധാനങ്ങളും ഇവിടെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് ജലസേചന സൗകര്യമില്ലാതെ വരണ്ടുകിടന്ന തമിഴ്നാടൻ ഗ്രാമങ്ങൾ, ഇവരുടെ ജീവിതം എന്നിവയെല്ലാമാണ് കവാടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉള്ളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്കിന്റെ കൂറ്റൻ പ്രതിമ, പിന്നിൽ അണക്കെട്ട്, മറുവശത്ത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഒപ്പം അണക്കെട്ടിന്റെ നിർമ്മാണ കാലത്തെ അപൂർവ ചിത്രങ്ങൾ. മുല്ലപ്പെരിയാറിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഇവിടെ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതേ ഒരു കൺസെപ്റ്റാണ് ഇത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് വെള്ളം കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സൃഷ്ടാവായ പെന്നിക്കുക്ക്, അതുപോലെ തന്നെ കൃഷി, അതെല്ലാം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
இது இன்னொன்று பார்த்திங்கன்னா இங்கே வரக்கூடியவங்க டெய்லி பார்த்திங்கன்னா மினிமம் ஒரு 3000 விசிட்டர்ஸ் வராங்க. அவங்களுக்கு வந்து ஒரு மோர் இன்ஃபர்மேஷன் வந்து இந்த டேமை பற்றி, இந்த தண்ணியை பற்றி என்னென்ன பண்ணியிருக்காங்கன்றத இன்ஃபர்மேஷன் கொடுக்கணும், ഒരു നാളജബിളാக இருக்கணுன்றதான் வந்து மெயினாக வந்து எங்களுடைய நோக்கமே. മുല്ലപ്പെരിയാർ വെള്ളമെത്തിയതോടെ പച്ചപ്പണിഞ്ഞ തമിഴ്നാടൻ കൃഷിയിടങ്ങൾ, വിവിധ കൃഷികൾ, അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടും ഇതോടനുബന്ധിച്ചുള്ള മറ്റു കാഴ്ചകളും സഞ്ചാരികൾക്കും ഗവേഷകർക്കുമായി കമ്പത്ത് തയ്യാറായി കഴിഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം CPM പുതുക്കി നൽകി. 3 വർഷത്തിനു ശേഷമാണ് അംഗത്വം പുതുക്കി നൽകിയിരിക്കുന്നത്. PB അംഗം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർദ്ദേശം നൽകിയതോടെയാണ് പാർട്ടി അംഗത്വം തിങ്കളാഴ്ച പുതുക്കി നൽകിയത്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, 4 തവണയാണ് ബിനീഷ് കോടിയേരി നേരത്തെ അപേക്ഷിച്ചത്. എന്നിട്ടും അത് പുതുക്കാത്തൊരു സാഹചര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് വിവാദമായിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ ഇതെല്ലാം പുതുക്കി നൽകുന്നു? ചിലപ്പോഴെങ്കിലും ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ വീണ വിജയനടക്കം പാർട്ടി നൽകുന്ന പിന്തുണയൊക്കെ കാണുമ്പോൾ ഒരു ഇരട്ട നീതി, 2 തരം നീതിയൊക്കെയാണോ നടക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. തീർച്ചയായും ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അംഗത്വം പുതുക്കുന്ന വലിയ രീതിയിൽ നമ്മൾ വിവാദമായതാണ്. അത് ബിനീഷ് കോടിയേരിക്ക് ഈ 4 തവണ അപേക്ഷിച്ചിട്ട് പോലും ഡൽഹിയിൽ നിന്ന് അപേക്ഷ നൽകുന്നു. അതിനുശേഷം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തിന് 4 തവണയാണ് ഈ അപേക്ഷ വന്നത്. എന്നിട്ട് പോലും ഇത് പുതുക്കി നൽകിയിട്ടില്ല എന്നത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ ഇടപെട്ടു. പിണറായി വിജയൻ ഇടപെട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർദ്ദേശം നൽകി ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കി നൽകുന്നു. അതായത് ബിനീഷ് കോടി എല്ലാ രീതിയിലും അംഗത്വം പുതുക്കി നൽകാനുള്ള എല്ലാ ഫോർമാലിറ്റീസും നിർവഹിച്ചിട്ട് പോലും അത് പുതുക്കി നൽകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം പാർട്ടി തലങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. ഈ അന്ന് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ കേസിൽപ്പെട്ട ബിനീഷ് കോടിയേരിയെ കേസിൽ പെടുന്നതോടുകൂടിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ തന്നെ പുറത്താക്കിയത്. അതിനുശേഷം ആ കേസ് വിമുക്തമായി കേസൊക്കെ പോവുകയും കേസിൽ നിന്നൊക്കെ ഇദ്ദേഹം പൂർണ്ണമായും മോചിതനാവുകയും ഒക്കെ ചെയ്തു. ആ മോചിതനായതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇത് അദ്ദേഹം പിന്നെയും അപേക്ഷ നൽകി. അതിനുശേഷം അപേക്ഷ നൽകിയതാണ് 4 തവണ. ആ 4 തവണ അപേക്ഷ നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെത് പുതുക്കി നൽകിയത് നിരസിക്കുകയുണ്ടായത്. അപ്പോൾ ഉയർന്നൊരു ചോദ്യം, ഇതിനേക്കാൾ വലിയ രീതിയിൽ പ്രമാദമായ കേസുകളിൽപ്പെട്ട പലരും പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും അതിനുശേഷം തന്നെ അവർക്ക് ആ കേസിൽ നിന്ന് അവർ കുറ്റവിമുക്തരായതിനു ശേഷം ഒരു ബുദ്ധിമുട്ടോ യാതൊരു തടസ്സങ്ങളോ ഇല്ലാതെ ഇവരൊക്കെ തന്നെയും പാർട്ടിയിൽ തിരിച്ചു വരികയും ഉന്നത പദവികളിൽ വഹിക്കുകയും ഒക്കെ ചെയ്ത് മുതിർന്ന എത്രയോ നേതാക്കന്മാരാണ് മുന്നിലുള്ളത്. എന്നിട്ടും അത്ര പോലും ഗുരുതരമല്ലാത്ത അല്ലെങ്കിൽ അത്രയേറെ ഗൗരവമില്ലാത്തൊരു കേസ് എന്ന രീതിയിൽ പോലും പാർട്ടി പറയുന്നു. ആ കേസിൽ നിന്ന് ബിനീഷ് കോടിയേരിയെ കുറ്റവിമുക്തനാക്കി. എന്നിട്ടും എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് മാത്രം വേറൊരു വിവേചനം കാട്ടുന്നു എന്ന രീതിയിലൊരു വിമർശനമാണ് പാർട്ടിക്ക് അകത്തു നിന്ന് പോലും ഇത് വാർത്ത പുറത്തു വന്നതിന് ശേഷമൊക്കെ തന്നെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരി മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്ന സമയത്ത് പോലും അതിനുശേഷമൊക്കെ തന്നെയും പിന്നീട് ബിനീഷ് കോടിയുടെ കാര്യത്തിലുമൊക്കെ തന്നെയും അദ്ദേഹത്തിന് ആ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ചകളുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ വിവേചനം കാണിക്കുന്നു, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയനോട് കാണിക്കുന്നതും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളോട് കാണിക്കുന്നതും ഇരട്ട നീതിയാണ് എന്ന് ഇന്ന് ഈ നിമിഷവും കഴിഞ്ഞ തവണ EDയുടെ ചോദ്യം ചെയ്യലുണ്ടാകുമ്പോൾ പാർട്ടിയുടെ പൂർണ്ണ സംരക്ഷണം വീണയ്ക്ക് നൽകുമ്പോഴൊക്കെ തന്നെ ചർച്ചയായതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിനെ ബിനീഷ് കോടിയേരി ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹവും പറയുന്നത് തനിക്ക് കാണിച്ച് തന്നോട് എന്ത് പാർട്ടി എന്ത് കാണിച്ചു എന്നത് താനെല്ലാം മറുപടി നൽകേണ്ടത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ പാർട്ടിയോട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു, എല്ലാ ഘട്ടത്തിലും പാർട്ടിയോടൊപ്പം നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഇത് വലിയ ചർച്ചയും വിവാദവുമായതോടുകൂടി പിണറായി വിജയൻ തന്നെ ഇടപെട്ടാണ് ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് ഈ EDയുടെ റെയ്ഡടക്കം ഉണ്ടായ സാഹചര്യങ്ങളിൽ ബിനീഷ് കൃത്യമായ നിലപാടുകളുമായി എത്തിയത്. എന്തായാലും ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പുതുക്കി നൽകാനുള്ള ഒരു തീരുമാനം, അത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനും MV ഗോവിന്ദനടക്കമുള്ളവർ ഇടപെട്ട് പാർട്ടി അംഗത്വം പുതുക്കി നൽകാനുള്ള തീരുമാനമായിരിക്കുന്നു. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26 അംഗ ടീമിനെ ലയണൽ മെസ്സി നയിക്കും. 22-ൽ ജയിച്ച ടീമിലെ 17 പേരെയും ടീമിൽ ഉൾപ്പെടുത്തി. മാർക്സ് അക്യൂനയെ ഒഴിവാക്കിയിട്ടുണ്ട്. 2022 ടൂർണമെന്റിന്റെ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എമിലിയാനോ മാർട്ടിനസും പ്രതിരോധക്കാരായ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റമേറോയും ടീമിലുണ്ട്. ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിനുള്ള സമയപരിധിയുടെ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിയാണ് അർജന്റീന പരിശീലകൻ ലയോണൽ സ്കലോനി ടീമിനെ പ്രഖ്യാപിച്ചത്. മെസ്സിയുടെ 6ാം ലോകകപ്പ് മത്സരമാണിത്. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവർ ഉൾപ്പെടുന്ന
നടക്കുന്ന ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. IPL രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം ഇന്ന് നടക്കും. രാത്രി 7:30 മുതലാണ് മത്സരം. ജയിക്കുന്ന ടീം ഫൈനൽ കടക്കും. എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയറിൽ കടന്നത്. ആദ്യ ക്വാളിഫയർ ബംഗളൂരുവിനോട് തോറ്റതിന്റെ ക്ഷീണത്തോടെയാണ് ഗുജറാത്ത് എത്തുന്നത്. ഇന്ന് ജയിക്കുന്ന ടീം ഫൈനലിൽ ബംഗളൂരുവിനെ നേരിടും. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.